വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് പറയുന്നത് തമ്മിൽ കണ്ടപ്പോൾ വണ്ടിപ്രാന്തന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നമ്മളെ എക്സ്പ്ലോർ ഓരോ രണ്ടുപേരും കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലബിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മളെ പേരിൽ അവിടെ നേരെ വായിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സർക്കാർ ഇറക്കുന്നത് പിന്നെ നമ്മുടെ ക്ലബിൽ നിന്ന് കുറെ ഉന്നേറുകൾ വരുന്നുണ്ട്. ഓരോ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ വെയിറ്റ് മലപ്പുറം ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ഒരു കോളേജ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിന്റെ കോളേജിലാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ എന്താ നമുക്ക് ഈ ഓരോ വന്നിട്ട് ഓരോ കൂടെ അതിനെ പിടിച്ചു പോലെ അപ്പൊ അവരുടെ നമ്മൾ പോരുന്ന വഴിക്കേ ആ ഏരിയയിൽ പോലീസ് ഉണ്ട്. നമ്മളൊപ്പമുള്ള വണ്ടികളൊക്കെ ഒന്നും ചവിട്ടീന്. ഒരു പോലീസുകാരെ മുന്നേ ചവിട്ടീന്. നമ്മൾ കുറച്ച് മുന്നേ പോകുന്നോണ്ട് വരണ്ട് വിളിച്ചു പറഞ്ഞു. ഗൈസ് നമ്മൾ നൈസായിട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടിയുടെ ഉള്ളിലുണ്ട്. നമ്മൾ അഖിലുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ മുത്തുമണി. രാവിലെ ഇതാണ് നമ്മുടെ ആൾട്ടോ. ഇവനാണ് നമ്മളെ എന്താ പറയുക ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതു. രാവിലെ ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കടാ. ഇത് ആലത്തൂർപടി മാതിരി പോളിടെക്നിക് കോളേജ്. നോക്കവാ അവിടെ കണ്ടമാനം വണ്ടി ഉണ്ട്. അവിടെ നമ്മുടെ പോളോസ് ആയിട്ട് പിന്നെ വിന്റേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫ് റോഡ് വണ്ടികൾ ഇവിടെ കുറച്ചുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ സംഭവം അവിടെ മ്യൂസിക്കിൽ കോപ്പറേറ്റ് ഇടാ. ചില വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് 1-2 ഓഫ് റോഡ് വണ്ടികൾ പോയിട്ടുണ്ട്. എന്തായാലും അവിടെ പൊട്ടിക്കലും കളിക്കാൻ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഈ വണ്ടി അന്ന് കൊണ്ടുപിടിച്ച പരിപാടി കുറവുണ്ടോ അല്ലേ ഗൈസ്? ഇവിടെ ഫുള്ള കിണ്ണം കച്ചി സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ വണ്ടി അന്ന് കൊണ്ടോട്ടി എക്സ്പോയില് കണ്ട പോലെ ഒരു ഓർമ്മ. അതല്ല അത് കൊണ്ടോട്ടി എന്താ കണ്ട പോലെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ 800 വർക്ക് എടുത്ത് വെച്ചിട്ട് 800 ഉണ്ട്. അടിപൊളിയായിട്ട് നൈസായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഇതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നൈസായില്ലേ മിനിയേച്ചർ? സ്പോയിലർ വയ്ക്കാം. ആ സ്വിഫ്റ്റിന്റെ സ്പോയിലർ വയ്ക്കാം. ഈ വണ്ടികളൊക്കെ ആട്ടോ റിവീലിനുള്ളത്. 3 കിടക്കുന്നുണ്ട്. അറിയില്ല, ഞങ്ങൾ പറഞ്ഞാൽ ഇത്തിരി ലേറ്റ് ആയി പോയി. കാരണം ഇവിടെ കുറെ വണ്ടികൾ ഇട്ട് പൊട്ടിച്ച് പോയായിരുന്നു. ഇത്തിരി ലേറ്റ് ആയി പോയി. എന്തായാലും ഇനി നമുക്ക് ഗ്രൗണ്ടിൽ പോയിക്കടാ. അപ്പുറത്ത് നമ്മളെ ടീം, നമ്മളെ ജസീമിൻ ടീം ഇറങ്ങിയിട്ടില്ല. ഒരു പോലീസുകാരെ കണ്ടിട്ട് നൈസായിട്ട് അവിടെ സൈഡാക്കി എന്നു പറഞ്ഞു. വഴിയിൽ പോലീസിന്റെ ഇറങ്ങി നോക്കട്ടെ, പോയോക്കട്ടെ. ഒരു ബൈക്ക് ഉണ്ട്. ഈ വണ്ടി ഇത് കൊണ്ടോട്ടി കണ്ട ഓർമ്മ ഉണ്ട്. ഈ വണ്ടി ഇത് കണ്ട പോലെ ഒരു ഓർമ്മ. ഈ 2 വണ്ടിയും ഈ വണ്ടി എന്തായാലും ഉണ്ട്, എനിക്ക് ഓർമ്മ ഉണ്ട്. സ്റ്റിക്കർ വർക്ക് എന്തായാലും നോട്ട് ചെയ്തേ. ഈ വണ്ടി ഉണ്ടോ എന്നൊരു ഡൗട്ട്.
ഹലോ ഇതൊക്കെ വരും.
നൈസായിട്ട് പുറത്തിറങ്ങി. ഞങ്ങളൊന്നും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ രണ്ടൂറ് നൈസായിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ ക്ലബ് മേറ്റിലെ മെമ്പേഴ്സ് അവിടെ നമ്മുടെ ജസീം ഇവരെ അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മളെ കൊണ്ടോട്ടി പരിപാടിയൊക്കെ കിണ്ണം കാഴ്ചയൊക്കെ കഴിച്ചതാണ്. കൊണ്ടോട്ടി ജസീമുണ്ട്, അതേമാതിരി നമ്മുടെ ജാസിറുണ്ട്, പിന്നെ നമ്മുടെ ചെക്കനുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ച് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഇറങ്ങിയതാ. അപ്പോൾ ഗൈസ് നമ്മളെ മുട്ടിപ്പടി നെയ്ച്ചോറിന് കേട്ടോ ഫുഡ് കഴിച്ചേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ട്, അത്യാവശ്യം ചാറുണ്ട്. ഗൈസ് നമ്മൾ പിന്നെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ പിന്നെ അതിലേറെ വന്നത് അതൊക്കെ പോകുന്ന വണ്ടിയാണ് ഈ ഷിഫ്റ്റ്. ഈ വണ്ടി ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നടാ, കണ്ട പോലെ ഒരു ഡൗട്ട്. എന്തായാലും നമ്മൾ റിവീലിംഗ് അവിടെ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഒരുപാട് ഓഫ് റോഡ് വണ്ടികൾ പിന്നെ പുതിയ വന്നിട്ടുണ്ടേ. കുറച്ചേർക്ക് അറിയാൻ പറ്റുന്ന നമ്മുടെ പോലെ ഫുഡ് കഴിക്കാനും പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഷിഫ്റ്റൊക്കെ പുതിയ വന്നതാണല്ലോ. നേരത്തെ ഉണ്ടായിരുന്നു ഇല്ലെന്നാണ്. ഇതാ പിന്നെ ഓണാലുണ്ടാവും. അവിടെ ബാക്കുണ്ടായിരുന്ന വണ്ടിയല്ലടാ. എൻ്റെ ഡേറ്റ് ഓവർത്താ തിരിച്ചിട്ട് എൻ്റെ ഡേറ്റ് ഓവർത്താവും. ഡേറ്റ് ഓഫ് ബർത്ത് അതിലെൻ്റെ 5-4-3. ഈ വണ്ടി നമ്മുടെ കൂടെ അന്ന് കൊണ്ടോട്ടിക്കില്ലെങ്കിൽ കൊണ്ടോട്ടി ഫുള്ള് കളിപ്പിച്ചാട്ടോ അവര്. ഏതാ റിവീലിംഗ് ഇവിടെ സെറ്റാണ് കേട്ടോ. കോളേജിന്റെ മുമ്പിൽ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അതുപോലെ വണ്ടിയുടെ ഓണേഴ്സ് എല്ലാം വണ്ടിയുടെ
റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു സെറിമണി നടക്കേണ്ടതുണ്ട്. എല്ലാവരും അവരുടെ വാഹനങ്ങളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ബുഷേർ പോളോ ഏറ്റുവാങ്ങാൻ വേണ്ടി ജുനൂ കൗമിനെ ബ്ലാക്ക് ബീറ്റ് എന്ന് പറയുന്ന വാഹനത്തിന്റെ ഉടമ ജുനൂ കൗമിനെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അദ്ദേഹത്തെ ഇവിടെ വന്ന എല്ലാ വണ്ടിക്കും വെറുതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അഫ്രീദ് അവിടെ അഫ്രീദ് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടി. അടുത്തതായി ഒരു പാർട്ടിസിപ്പേഷൻ പോകാമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി മിയാമി കാര്യം പറയണ്ടേ, ഈ സർട്ടിഫിക്കറ്റേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് ഇതേമാതിരി കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ഇറക്കുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരം. എന്തായാലും എന്റെ അഭിപ്രായം എന്താ? സീരിയസ് ആയിട്ട് പറഞ്ഞാ അതല്ലേ അതല്ലേ അത് വെച്ചല്ലേ പൊട്ടിക്കാനാണല്ലോ.